വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. താൻ സ്നേഹിച്ചിരുന്ന ലാസർ രോഗിയായി എന്നറിഞ്ഞിട്ടും അവനെ സന്ദർശിക്കാതിരുന്ന യേശു. ലാസറിന്റെ മരണശേഷം അവനെ ഉയർപ്പിക്കുവാനായി ബഥാനിയയിലേക്ക് പോകുമ്പോൾ യഹൂദർ യേശുവിനെ കൊല്ലുമെന്ന് ഭയന്ന് തടസ്സപ്പെടുത്തുന്ന ശിഷ്യർ, അവനോടൊപ്പം മരിക്കാനുള്ള സന്നദ്ധത അറിയിക്കുന്ന തോമാസ്ലിഹായുടെ ധീരത, ഇതെല്ലാമാണ് ഈ വചനഭാഗത്തെ പ്രധാന പ്രതിപാദ്യങ്ങൾ. രോഗിയായി എന്നറിഞ്ഞിട്ടും ലാസറിനെ സന്ദർശിക്കാതിരിക്കുന്ന യേശു നമ്മെ മനസ്സിലാക്കി തരുന്നത് എന്താണ്? യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം വാക്യം 9 നാം വായിക്കുന്നുണ്ടല്ലോ, എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, എന്റെ വഴികൾ നിങ്ങളുടേതുപോലെയുമല്ല. ആകാശം ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ ചിന്തകളും വഴികളും നിങ്ങളുടേതിൽ നിന്ന് ഉന്നതമാണ്. അതെ, ദൈവിക വഴികളും പദ്ധതികളും മനുഷ്യൻ്റേതിനേക്കാൾ ഉന്നതമാണ്. അതിനാൽ ദൈവത്തിന്റെ സമയത്തിലും പദ്ധതികളിലും വിശ്വസിച്ച് കാത്തിരിക്കാൻ നമുക്കാവണം. നാസി തടങ്കൽ പാളയത്തിൽ അടയ്ക്കപ്പെട്ട് ഗ്യാസ് ചേംബറിൽ വിഷവാതകം ശ്വസിച്ച് മരിച്ച വിശുദ്ധ എഡിത്ത് സ്റ്റെയിൻ ഇങ്ങനെ പറയുന്നുണ്ട്: അപ്രതീക്ഷിതമായി പലതും സംഭവിക്കുമ്പോൾ എന്റെ വിശ്വാസം കൂടുതൽ സജീവമാകുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കൈപ്പേറിയ അപ്രതീക്ഷിതമായ അനുഭവങ്ങളുടെയും മുൻപിൽ നിന്ന് നമുക്കും വിശ്വാസം ഏറ്റുപറയാൻ സാധിക്കണം. ജെറമിയ 29:11 വെളിപ്പെടുത്തുന്നത് പോലെ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. ലോകത്തിന് അർത്ഥം കാണാൻ സാധിക്കാത്ത സഹനങ്ങൾക്ക് അർത്ഥം കണ്ടെത്താൻ ഒരാളെ പഠിപ്പിക്കുന്നത് ക്രിസ്തു മാത്രമാണ്. സഹനവും മരണവുമെല്ലാം മഹത്വത്തിലേക്കുള്ള വാതിലാണെന്ന് ലോകത്തെ പഠിപ്പിച്ച ക്രിസ്തു. അതുകൊണ്ടാണ് ലാസറിന്റെ മരണത്തെക്കുറിച്ച് യേശു പറയുന്നത്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വപ്പെടാനുള്ളതുമാണ്. സഹനവും മരണവുമെല്ലാം മഹത്വത്തിലേക്കുള്ള വാതിലാണെന്ന് ലോകത്തെ പഠിപ്പിച്ച ക്രിസ്തു. അതുകൊണ്ടാണ് ലാസറിന്റെ മരണത്തെക്കുറിച്ച് ശിഷ്യരോട് യേശു ഇങ്ങനെ പറയുന്നത്: ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വപ്പെടാൻ വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താനാവാത്ത എല്ലാ അനുഭവങ്ങളെ നോക്കിയും യേശുവിന് പറയാനുള്ളത് ഇതുതന്നെയല്ലേ? യേശുവിന് ശാരീരിക മരണം വെറും നിദ്രയാണ്, സഹനമാകട്ടെ മഹത്വത്തിലേക്കുള്ള കവാടവും. അവനിൽ വിശ്വസിക്കുന്നവൻ നിത്യമരണത്തെ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ. അവന് സഹനത്തെയോ മരണത്തെയോ ഭയപ്പെടേണ്ടതില്ല. അവന് തോമാസ്ലിഹയെ പോലെ ധീരതയോടെ പറയാനാകും: അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാമെന്ന്. വിശ്വാസ പ്രമാണത്തിൽ നാം ഇങ്ങനെ ഏറ്റുപറയുന്നുണ്ട്: ശരീരത്തിന്റെ ഉയിർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന്. വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: ഈ ലോകത്തിനു വേണ്ടി മാത്രം കർത്താവായ യേശുവെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവരാണെങ്കിൽ നാം മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യരാണ്. പുനരുത്ഥാനത്തിന്റെ മക്കളെ പോലെ ജീവിക്കേണ്ടവരാണ് ഓരോ ശിഷ്യരും. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവും എന്ന സന്ദേശം ജീവിതം വഴി പ്രഘോഷിക്കാൻ നമുക്കാവട്ടെ. ചെറുതും വലുതുമായ സഹനത്തിന്റെ നേരങ്ങളിൽ എന്റെ പ്രതികരണങ്ങൾ ഒരു ക്രിസ്തു ശിഷ്യന് യോജിക്കുന്ന വിധത്തിലാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. സഹന നേരങ്ങളിൽ ക്രിസ്തുവും അവന്റെ വിശുദ്ധരും സ്വീകരിച്ച പ്രതികരണ ശൈലിയാണോ, അതോ സഹനത്തിന്റെ മുൻപിൽ ലോകം സ്വീകരിച്ചു പോരുന്ന പ്രതികരണ രീതികളാണോ? നിരാശയുടെ, പ്രതികാരത്തിന്റെ, സ്വയം നശിപ്പിക്കലിന്റെ, പകരം വീട്ടലിന്റെ പ്രതികരണ രീതികളാണോ
ഒരു ക്രിസ്തു ശിഷ്യനായ എന്നിൽ നിന്നും വരാറുള്ളത്. ക്രൂശിതനും ഉദ്ധിതനുമായ കർത്താവിനെ കണ്ടുമുട്ടാനും ശക്തി സ്വീകരിക്കാനും പീഠാനുഭവ മരണ ഉത്ഥാനങ്ങളുടെ ആഘോഷമായ വിശുദ്ധ കുർബാനയും തിരുവചന വായനയും നമ്മെ ശക്തിപ്പെടുത്തട്ടെ. സഹനം ഒരു രഹസ്യമാണ്, ക്രിസ്തുവിൽ മാത്രം വെളിപ്പെട്ട് കിട്ടുന്ന രഹസ്യം. നിത്യജീവിതത്തോട് ബന്ധപ്പെടുത്തുമ്പോൾ മാത്രം അർത്ഥം കണ്ടെത്താനാവുന്ന രഹസ്യം, പരിശുദ്ധാത്മാവിലൂടെ മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന രഹസ്യം. സഹനത്തിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ശിഷ്യനെ യേശു ശകാരിക്കുന്നുണ്ടല്ലോ, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ് എന്ന്. സഹനത്തിൽ ക്രൂശിതനായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ, അവന്റെ മനോഭാവങ്ങളും പ്രതികരണ രീതികളും സ്വന്തമാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ.